നമ്മുടെ വീട്ടിലെ പേര ഇതുവരെ പൂവിട്ടിട്ടില്ല എങ്കിൽ പേര പൂവിടാനും കായ പിടിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സാധാരണ നാടൻ ഇനത്തിൽപ്പെട്ട പേരത്തൈകളൊക്കെ ആവുമ്പോൾ നമ്മൾ പ്രത്യേകം കെയർ കൊടുത്തില്ലെങ്കിൽ പോലും അതിൽ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ മിക്കവരും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പല വെറൈറ്റി ഇനം പേരത്തൈകളൊക്കെയാണ് നമ്മുടെ വീടുകളിലൊക്കെ വാങ്ങി നടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പേരത്തൈകളൊക്കെ ആകുമ്പോൾ അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കതിൽ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലെയർ ചെയ്തിട്ടുള്ളതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള തൈകളിൽ പെട്ടെന്ന് തന്നെ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്നെല്ലാം ഒത്തിരി വെറൈറ്റി ഇനത്തിൽപ്പെട്ട പേരത്തൈകളൊക്കെ ലഭ്യമാണ്. എപ്പോഴും പേരത്തൈകൾ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ലെയർ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈകൾ വേണം നടാനായിട്ട്. അതാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൽ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പേരയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം വേണം. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വളപ്രയോഗവും നടത്തണം. 3 മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം. പേരയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളം നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. ഇത് പേരയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം വളരുന്ന സമയങ്ങളിൽ നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ പേരയ്ക്ക് ആവശ്യം. അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന ഏത്തപ്പഴത്തിൻ്റെ തൊലി ഒരാഴ്ചയോളം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓരോ 10 ദിവസത്തെ ഇടവേളകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. എത്രത്തോളം വളങ്ങൾ നമ്മൾ കൊടുക്കുന്നോ അത്രയും ആരോഗ്യത്തോടു കൂടി നമ്മുടെ പേര വളരുകയും വളരെ പെട്ടെന്ന് തന്നെ കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യും. പേര കായ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ 6 മാസത്തിലൊരിക്കൽ 200 ഗ്രാം അളവിൽ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ പേരയിൽ നിന്ന് നന്നായിട്ട് കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് NPK 18-18 ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പേരയ്ക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാനും നന്നായിട്ട് കായ്ഫലം കിട്ടാനും ഒക്കെ ഏറെ സഹായിക്കും. പിന്നെ പേരയിൽ പൊതുവെ കാണുന്ന പ്രശ്നം ഇലകൾക്കുണ്ടാവുന്ന ഒരു മഞ്ഞ കളറാണ്. അത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് അങ്ങനെ കാണാറുള്ളത്. അതിന് വർഷത്തിൽ 2 തവണയായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പേരയുടെ കമ്പുകൾ ഉണങ്ങി വരുന്നൊരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ആ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സുഡോമോണക്സ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തടത്തിലും ഒഴിച്ചു കൊടുക്കണം. വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ പേരയിൽ കാണുകയാണെങ്കിൽ പേര കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ വെള്ളീച്ചയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി പേരയുടെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ 4 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഇടവേളകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ കായീച്ചയുടെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് പൂവിടുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിക്കാം. പലപ്പോഴും പേരയുടെ ഇലകളിലും തണ്ടുകളിലുമൊക്കെ ഫംഗസ് ബാധ കാണാറുണ്ട്. ഇത് കൃത്യസമയത്ത് തന്നെ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും. അപ്പോൾ ഇതുപോലുള്ള ഫംഗസ് ബാധകൾക്ക് സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ പേരയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൂണിങ്. നമ്മൾ ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം നന്നായിട്ട് പേര പ്രൂൺ ചെയ്ത് നിർത്തണം. കമ്പുകളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ പിന്നീട് പുതിയ പുതിയ ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ പേര കായ്ക്കുകയും ചെയ്യുള്ളൂ. നന്നായി വളപ്രയോഗം നടത്തുകയും നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പേരയുടെ കായ്ഫലം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.